വിവാഹത്തിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു പെൺകുട്ടിയും അവളുടെ കാമുകനും ചേർന്ന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും തല്ലിക്കെടുത്തിയ ട്രാജിക് മൊമെന്റ്സിനെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പൂനെ നടിക്കിയ കേതൻ അഗർവാൾ കേസ്. കോടീശ്വരനായ കേതനുമായുള്ള വിവാഹത്തിന് സിയ എന്ന പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. ഇതിന്റെ കാരണം അവൾക്ക് ചേതൻ എന്ന ഒരാളുമായി ഇഷ്ടമുണ്ടായിരുന്നു. ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത ക്രൂരമായൊരു മാർഗമായിരുന്നു ഈ കൊല. ഒരാളെ എങ്ങനെ കൊല്ലാമെന്ന് ഗൂഗിളിൽ ഇവർ രണ്ടുപേരും തിരഞ്ഞിട്ടുമുണ്ട്. ഒടുവിൽ സിയയുടെ ജന്മദിനം ആഘോഷിക്കാൻ എന്ന വ്യാജേനെ കേതനെ കോട്ടയുടെ മുകളിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് 400 അടി താഴ്ചയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. വെറും ഒരു അപകടമെന്ന് വരുത്തി തീർക്കാൻ സിയ ഇൻസ്റ്റാഗ്രാമിൽ സങ്കടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്രീയമായി പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ ഈ ക്രൂരതയുടെ ചുഴലഴിഞ്ഞു. ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് മാന്യമായി ഇറങ്ങിപ്പോകാൻ 100 വഴികളുള്ള ഈ പുതിയ കാലത്ത് കൂടെയുള്ള ആളെ ഇല്ലാതാക്കാൻ മടിക്കാത്ത ഈ മനസ്സിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ ജനറേഷൻ മാറേണ്ടിയിരിക്കുന്നു. കുറച്ചും കൂടെ ഫോർവേഡായി ചിന്തിക്കണം. ഒരു റിലേഷൻഷിപ്പ് വേണ്ടെങ്കിൽ ബാക്ക് ഓഫ് ചെയ്യാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയുക, പറഞ്ഞ് മനസ്സിലാക്കി ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കൊലപാതകമല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് ആ മകൻ ഇല്ലാതായിപ്പോയി, ആ അമ്മയ്ക്ക് മകനില്ലാതായിപ്പോയി. ഇത് വലിയൊരു വേദന തന്നെയാണ്. കേസും കാര്യങ്ങളൊന്നും പറഞ്ഞ് ആ പെൺകുട്ടിക്ക് മുന്നോട്ട് വീണ്ടും പോകാം. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എല്ലാ ന്യൂ ജനറേഷൻ പിള്ളേരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രണയം വേണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് തിരിച്ചിറങ്ങി വരിക, അതാണ് ചെയ്യേണ്ടത്. കറക്റ്റായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, എല്ലാം നന്നായിട്ട് തന്നെ നടക്കും.